സ്ഥാനം ലഭിക്കാനുള്ള കാരണം പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനരാത്രങ്ങളെ ബഹുമാനിച്ചത് കൊണ്ടാണ്. നിങ്ങൾക്കും അതുപോലെയുള്ള വലിയ സ്ഥാനം വേണോ? എന്നാൽ നിങ്ങളും ആ 10 ദിനരാത്രങ്ങളെ ബഹുമാനിച്ചോളൂ എന്നുള്ള അശരീരി ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ കാണാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നല്ല സമയങ്ങൾ വരുമ്പോ, നല്ല സദസ്സുകൾ വരുമ്പോ, നല്ല നല്ല പ്രവർത്തനങ്ങൾ വരുമ്പോ ഇതൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ നരകത്തിൽ കടക്കുന്നവരെ കുറിച്ച് വിശദീകരിക്കുന്നതായി കാണാം. നരകത്തിൽ കടന്ന് ശരീരം ഇങ്ങനെ വെന്തുരുകുന്ന സമയത്ത്, അവരുടെ ശരീരം ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന സമയത്ത് അവർ അല്ലാഹുവിനോട് വിളിച്ചു പറയുമത്രേ, അല്ലാഹ്, ഞങ്ങൾക്കിത് സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് അല്ലാഹുവിനോട് നരകവാസികൾ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ തിരിച്ചുള്ള മറുപടി, നിങ്ങൾക്ക് നല്ല നല്ല സമയങ്ങളെ ഞാൻ തന്നില്ലയോ? പരിശുദ്ധമായ റമളാൻ നിങ്ങൾക്ക് ഞാൻ തന്നില്ലയോ? പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾക്ക് തന്നില്ലയോ? 27-ാം രാവിന്റെ സുന്ദരമായ സമയങ്ങളെ നിങ്ങൾക്ക് തന്നില്ലയോ? പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നിങ്ങൾക്ക് തന്നില്ലയോ? അറഫാ രാവ് നിങ്ങൾക്ക് തന്നില്ലയോ? നിങ്ങൾ എന്ത് ചെയ്തു? അത്രയും നല്ല സുന്ദരമായ സമയങ്ങൾ ലഭിച്ച് നിങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തില്ലല്ലോ എന്ന് തിരിച്ചു മറുപടി പറയുമെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല സമയങ്ങൾ വരുമ്പോ, ആ നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോ അതിനെ കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അല്ലാഹുവിന്റെ നല്ല നല്ല സമയങ്ങളെ, നല്ല സന്ദർഭങ്ങളെ ബഹുമാനിക്കുവാനും അതിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വമൻ യുഅള്ളിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അവന്റെ ഹൃദയത്തിൽ തഖ്വയുടെ മൂലമായിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല സമയങ്ങളെ നമ്മൾ ഗൗനിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്, ദുആ ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ സദസ്സിലേക്ക് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്.